Hello மக்களே, வெல்கம் டு சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர், வித் மீ மை ஹஸ்பண்ட் வாசு. வணக்கம். ஓகே, பார்ட் 1 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்க்கல டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்றோம், போய் பாருங்க. இப்போ பார்ட் 2 போயிடலாம். ഹലോ എന്തേട്ടാ? ജോസ് പോയോ? മോള് സ്കൂളിലേക്ക് ഇറങ്ങിയ കൂട്ടത്തിൽ പോയല്ലോ. എന്താ? അതെ, ഞാനില്ലാത്തപ്പോഴാണ് വരുന്നെങ്കിൽ മോളെ വിളിക്കണമെന്ന് വല്ലതും പറഞ്ഞ് നീ ഫ്ലാറ്റ് പൂട്ടി ഇറങ്ങിക്കോണം. ചില ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ള കക്ഷിയാ. അലക്സ് പറയുന്നേ അങ്ങനെ പേരിൽ ഒരാൾ ഞങ്ങളോട് പഠിച്ചിട്ടില്ലെന്നാ. പിന്നെന്തിനാ അയാൾ വന്നേ? പഴയ കഥകളൊക്കെ പറഞ്ഞ് ലോഹ്യം കൂടി തട്ടിപ്പടത്തുന്ന ചില സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ശരി. லதா, கதவை துற, பாத்திரம் எல்லாம் கொண்டு வா. இன்னைக்கு உங்க ஆத்துல விருந்துன்னு எனக்கு சொல்லவே இல்லையே. ബിരിയാണി ഉണ്ടാക്കി ஐயோ, വീണ് ഇവിടെ ആകെ നാറ്റാവും. எல்லாம் கீழே விழுந்துடுத்தே. ഒരു പാത്രം ഇങ്ങടുത്തെ. லதா, பாத்திரம் கொண்டு வாமா. അതെ, തുടയ്ക്കാനൊരു തുണി. தொடக்க துணி எங்க சொல்லு, நான் எடுத்துட்டு வரேன். ചത്തുവീര് പോയിട്ട് കിടന്ന് പിടക്കണ കണ്ടില്ലേ? கீழே விழுந்துடுத்தே, எப்படி சாப்பிடுவேன்? എന്താ எங்கட കഴിക്കോന്ന്? അത് കഴുകി എടുത്താ പോരെ. അക്കാ, ഇന്നേക്ക് എന്റെ വക സ്പെഷ്യൽ കോഴി ബിരിയാണി. ஐயோ, நான் சாப்பிட மாட்டேன். நான் பிராமின், சார் சாப்பிடுவார். எங்களுக்கு லவ் மேரேஜ். ചെട്ടിയാർ നോൺവെജ്. ഓ, വെജ് നോൺ വെജ്. എന്തിനാ ഇതൊക്കെ ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വന്നത്? ഉണ്ണിയേട്ടിന് ഇതൊന്നും ഇഷ്ടമല്ല. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരെ. ബിരിയാണി എന്റെ ഒരു സ്പെഷ്യൽ ഐറ്റാ. പിന്നെ 1 മണിക്കൂർ ഈ അടുക്കള എനിക്ക് വിട്ടു തരണം. ഇന്ന് சார், ஏதாவது ஹெல்ப் வேணும்? ഒന്നും വേണ്ട, ചേച്ചിയും പോയി ടിവി കണ്ടോ. பிரியாணின்னு கேட்டா எங்க வீட்டுக்கார் வேலையில விட்டு ஓடி வந்துருவார். സാറേം കൂപ്പിടുങ്ക. ഇത് നളപാചകം. രണ്ടാളും ചേർന്ന് കഴിക്കാൻ വന്നാ പോതും. ஐயோ, எவ்வளவு நல்லா தமிழ் பேசுறீங்க. சாருக்கு உடனே ஃபோன் பண்ணி கண்டிப்பா வர சொல்றேன். நான் போயிட்டு அப்புறம் வரேன். എന്തെങ്കിലും പറയും മുമ്പ് അയലും കനകമ്മയും കൂടി കോഴിയും കിടിപിടിയുമായിട്ട് അടുക്കളയിലോട്ടം കയറിയില്ലേ? നീ ഒരു കാര്യം ചെയ്യും, ആ കനകമ്മയെ വിളിച്ച് അവിടെ ഇരുത്ത്. ഞാൻ ഉടനെ എത്താം. അവൻ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയി. ഞാൻ ഏതായാലും പുറത്തിറങ്ങി നിൽക്കാം. അതെ, ഈ കോഴിയെ മുറിക്കാനേ മൂർച്ചൊരു പിച്ചാത്തി. பயமா இருக்கு. ഒന്നുമില്ല ഉണ്ണിയേട്ടാ. ഉണ്ണിയാ നീയെന്ന്. ഉച്ചയ്ക്ക് ഒരു 10 മിനിറ്റ് ഇങ്ങോട്ട് ഇറങ്ങണം. വരുമ്പോ മോളെയും കൂട്ടണം. ഹലോ, എന്താ എന്താന്നൊക്കെ ഇവിടെ വന്ന് കണ്ടാ മതി. இந்த டெத் நடந்திருக்கு பாதிக்கு ஒரு தான் காரணம் சொல்லி ஒரு நேரம் பழகி போட்டிருக்காங்க நினைக்கிறேன். ആഹാ, നീ ആരാ? ജോസ്, എന്താ സംശയമുണ്ടോ? ഏത് ജോസ്? അങ്ങനെ ഒരു ജോസ് എന്നോട് പഠിച്ചിട്ടില്ല. അങ്ങനെ വഴിക്ക് വാ എന്റെ മോനെ. ശരിയാ, ഞാൻ ജോസ് അല്ല. ജോസ് എന്നൊരാൾ നമ്മളോട് പഠിച്ചിട്ടുമില്ല. ഇത് മനസ്സിലാക്കി എടുക്കാൻ നിനക്ക് ഒരു ദിവസം വേണ്ടി വന്നല്ലേ? എന്റെ ലതേ, ഇവൻ ട്യൂബ് ലൈറ്റ് ആണെന്ന് പറഞ്ഞെങ്കിലും ഇത്രയും ലേറ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെങ്ങനെ ഏത് നേരവും കാശുണ്ടാക്കണം എന്നുള്ള വിചാരമല്ലേ ഉള്ളു തലയിൽ. നിർത്തി, സത്യം പറ, നീ ആരാ? അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. അതെന്തിനാ? ഞാൻ ഉണ്ണിയുടെ കൂടെ പഠിച്ചാലെങ്കിലും പഴയൊരു കൂട്ടുകാരൻ. ഷർട്ടേന്ന് കൈയെടുക്ക്. ഞാൻ വഴക്കിനും ബേളത്തിനൊന്നും വന്നവനല്ല. പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ? ഉണ്ണിക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ ശരിക്കും എനിക്ക് വിഷമം തോന്നി. അപ്പൊ വെറുതെ തമാശന് വായി വന്ന പേരാ ജോസ്. ഞാൻ 8C ശിവൻകുട്ടിയാ. ഇപ്പൊ പിടികിട്ടിയാ? ബുൾബുൾ വായിക്കുന്ന ആ വെളുത്ത് മെലിഞ്ഞ കവളൊക്കെ ചോടിയ അളിയാ. നീ എന്നാലും എന്നെ അങ്ങ് മറന്നു കളഞ്ഞല്ലോടാ. എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? ഒച്ച വെച്ച് പ്രശ്നം ഉണ്ടാക്കിയ നിനക്കാ കുഴപ്പം. പണ്ട് ഇവനിങ്ങനെ എടുത്തേട്ടോ. ഞാൻ ആരാന്നറിഞ്ഞ അകരുന്നത് നിന്റെ കുടുംബമായിരിക്കും. നമുക്ക് സംസാരിക്കാം തനിയെ എവിടെയെങ്കിലും. അതാ നിനക്ക് എനിക്ക് നല്ലത്. എന്താടാ കൂരി? ഇതങ്ങനല്ലേ കൂരി? കൊച്ചിലെ ഞങ്ങൾ പിള്ളാര് ഇവനെ അങ്ങനെ വിളിച്ചിരുന്ന്. അങ്ങോട്ടിരുന്നാട്ടെ ഉണ്ണി സാർ, അങ്ങോട്ടിരുന്നാട്ടെ. നീ ആകെ വേർത്തല്ലോ. BP ഉണ്ടോ? ഭാര്യയെ പേടിയുണ്ടോന്നല്ല, ശരിക്കും BP ഉണ്ടോ? ആ ഫാൻ എന്നിട്ടെ. ഞാൻ വിചാരിച്ചു ഈ കയ്യിലെഴുന്ന കണ്ടപ്പോഴെങ്കിലും നീ എന്നെ പിടിക്കുമെന്ന്. എവിടെ? അതൊക്കെ എന്തിനാ ഓർത്ത് വെക്കുന്നല്ലേ? അത്രയ്ക്കേ ഉള്ളു നിനക്ക്. ഞാൻ ആ ഫാൻ ഇടാൻ പറഞ്ഞിട്ട്. எப்பா வீட்டுக்குள்ள வந்து ஒரு ஸ்ட்ரேஞ்சர். കേട്ടല്ലോ? സ്കൂളിൽ പഠിക്കുമ്പോ ഞങ്ങൾ തമ്മിലായിരുന്നു മത്സരം എല്ലാറ്റിനും. അല്ലടാ, അങ്ങനെ വിളിക്കാമോ? ഇപ്പോ എന്നെക്കാൾ 2-3 വയസ്സ് എളപ്പാ ഉണ്ണിക്ക്.
അയ്യോ മോളെ വിളിച്ചില്ലല്ലോ. ஹாய் ஃப்ரெண்ட்ஸ், ஆ. குட் ஆஃப்டர்நூன் எவ்ரிபடி. சார் நான் சொன்னேன்ல பிரியாணின்னு சொன்னதும் டியூட்டி கூட பார்க்காம வந்துட்டார். சும்மா இரு, எனக்கு பக்கத்துல டிராஃபிக்ல தான் டியூட்டி. பிரியாணி வாசனை மூக்கு தொலைச்சுது. சரி சூடா இருக்குமே சாப்பிடலாமே வந்துட்டேன். எல்லாரும் எனக்காக தான் வெயிட் பண்றீங்களா? நாடடி. ஏய் என்னவோ மாதிரி இருக்கீங்க. அரி ஓகே? முகத்துல சிரிப்பே காணுமே. அப்புறம் ஒரு ஸ்மால் அடிக்கா. இங்க என்ன பண்ணிட்டு இருக்க? உள்ள போய் வேலைய பாரு. புரியுது சொன்னா கேக்கு. மிஸ்டர் ஜோ, நீங்க ഇല്ല വെച്ചവന് വിളമ്പി നിങ്ങൾ കഴിക്കുന്ന കാണുമ്പോഴാണ് അറിയുക. ஐயோ நான் பிரியாணி சாப்பிட மாட்டேன். സ്പെഷ്യൽ വെജ് ബിരിയാണി. ஓ தேங்க் யூ. എന്നാ ഇൻസ്പെക്ടർ അതിൽ രഹസ്യം പറയുന്നത്? ஒண்ணும் இல்ல, ஹெவியா சாப்பிடுறதுக்கு முன்னாடி கொஞ்சம் லைட்டா சாப்பிடுறேன். ஒரு ஸ்மால். സ്മോൾ ആൻഡ് ലാർജ് ഒന്നും വേണ്ട. സാപ്പാട് കഴിഞ്ഞ് ഞങ്ങൾക്ക് മുഖ്യமான கொஞ்சம் വേല ഇருக்கு അല്ലേ ഉണ്ണി? சரி வேண்டாம். ഇൻസ്പെക്ടർ അണ്ണ വേണ ഒന്ന് വീശിക്കോ. என் கோட்டவன் அப்பவே முடிச்சாச்சு. ലത ഇരിക്കും എന്നും തനിച്ചല്ലേ കഴിക്കുന്നത്? அடா உட்காரு. ஜோ நீங்களும் உட்காரு. വേണ്ട വേണ്ട അതൊക്കെ ഇരുന്നോളാം. ஃப்ரெண்டுன்னா அப்படி இருக்கணுங்க. அவரே மார்க்கெட்டுக்கு போய் அவரே கோழி எல்லாம் வாங்கிட்டு வந்து அவர் கையாலே பிரியாணி எல்லாம் பண்ணி அவர் கையாலே எல்லாருக்கும் பரிமாறாரு பாத்தீங்களா? அதுதான். எல்லாரும் சாப்பிடும் போது அப்படியே ஒரு போட்டோ எடுத்தா ரொம்ப நல்லா இருக்கும். சாப்பிடுங்க, அப்படியே போட்டோ எடுக்க முடியும். இந்த போனை வச்சு எங்க போட்டோ எடுக்கிறது? அவன் தான் மேல இருந்து கீழே போட்டு உடைச்சான். അയ്യോ ஜாகிரதை. ஒரே எவ்வளவு பாத்தம் வராரு. ഏതാണ്ട് കള്ളത്തരം മനസ്സിൽ ഓർത്തിട്ടാ. அம்லே 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 சரி அம்லே குளத்துல வந்து இவங்க குளிச்சாங்க. குளிச்சாங்க இல்லையே, தள்ளி விட்ட மாதிரி இருக்குன்ட்டு ஏதோ இறந்துட்டாங்க, அது மட்டும் தெரியுது. இறந்துட்டாங்க. குளிக்க வந்து இறந்தாங்களா இல்ல யாராவது தள்ளி விட்டு காப்பா? எப்படி குளிக்க போவாங்க? பிரேக்ல வந்து ஏதாச்சும் நிக்கும் போது எவனா தள்ளி விட்டானா? ஏதோ ராக்கிங்கா இருந்திருக்கு. இன்னும் 3 பேர் தான் சம்பந்தம் போல. அவங்க ஃப்ரெண்ட்ஸ் 3 பேரு. அங்க பத்தியா தள்ளி விட்டான்னு சொல்றான் பாரு. இப்பதான் தள்ளி விட்டாருன்னு வந்து ஒருத்தன் சாட்சி சொல்லியிருக்கான். அதுதான் இவனும். ஆமா இவர்தான். ഇവനാണോ വണ്ടി ഓടിക്കുന്നത്? നീ വന്ന കാര്യം പറ. അതിന്റെയാണ് ഈ ടെൻഷൻ. പേടിക്കൊന്നും വേണ്ട. പകരം വീട്ടാനോ പ്രതികാരം ചെയ്യാനോ ഒന്നും വന്നതല്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ ശിക്ഷ കഴിഞ്ഞ് നേരെ നിന്റെ അടുക്കിലേക്കല്ലേ വരേണ്ടിയിരുന്നത്. അതിന് 23 കൊല്ലം കാത്തിരിക്കേണ്ട വല്ല കാര്യമുണ്ട്? പിന്നെന്തിനാ ആൾമാറാട്ടം? ആദ്യമേ നിനക്ക് പറഞ്ഞൂടെ? ஜெயில இருந்து நேரம் வந்திருக்காரு போல தோணுது. இல்லையா? கொஞ்ச നാൾ കളിച്ചു വന്നിருக்காரு. സന്ധ്യയ്ക്ക് വീട്ടിൽ കയറി വന്ന് ഒരുത്തൻ നേരെ പറയാ, 10-30 കൊല്ലം മുമ്പ് നീ കാരണം ഒരു കൊലപാതക കുറ്റത്തിന് ജയിലിൽ പോകേണ്ടി വന്ന ശിവൻകുട്ടിയെ ഞാനെന്ന് പറഞ്ഞ അപ്പൊ നീ എന്നെ അടിച്ച് പുറത്താക്കത്തില്ലേ? என்னடா வண்டி ஓட்டுற? வீட்டுல சொல்லிட்டீங்களா பேவாடி பசங்களா? போய் சாவுங்க. എവിടേക്കാ ഈ ഓടിച്ചിരുന്നത്? എങ്കിൽ മാറി ഞാൻ ഓടിക്കാം. டென்ஸ்ட் சிச்சுவேஷன் இல்ல. அப்ப அவர் போய் சொல்லியிருக்காரு. നിർത്തടാ വണ്ടി. ഞാനും ഡ്രൈവറാ. ഇതിലും വലിയ അഭ്യാസമൊക്കെ എനിക്കറിയാം. വണ്ടി സൈഡൊക്കെ കളിക്കല്ലേ. വണ്ടി സൈഡൊക്കെ കുറച്ച് സമാധാനമായി സാവകാശം ഒരു കാര്യം പറയാനാ കഴിഞ്ഞ ദിവസം മുഴുവൻ ഞാൻ കാത്തത്. ഇത്ര വീറും വാശിയും കാണിക്കാൻ ഞാനിപ്പോ നിന്നോട് എന്താ ചെയ്തത്? അല്ലെ ഈ സ്റ്റൈലും ബിലറ്റും ഒക്കെ കണ്ട ഞാൻ ബ്രണ്ട് പോകുന്ന കരുതിയോ? നീ ഇപ്പോഴും ആ മൂക്കളെയൊക്കെ ഒലിപ്പിച്ചോണ്ട് നടക്കുന്ന പഴയ 7ാം ക്ലാസ്സുകാരൻ ഉണ്ണിപ്പിള്ളയാണ്. വാ ഒരു ചായ കുടിച്ചോണ്ട് സംസാരിക്കാം. വാ. அவர் என்னதான் பேச வர்றாருன்னு கேட்கணுமே இவரு. വാടോ വാ. வாடோ. താൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല കേട്ടോ. மிரட்டுறாரு அவர் ചിരിച്ചിട്ട്. ഇങ്ങനെ ഒരു സ്ഥലത്ത് തനിച്ച് കിട്ടാനാ ഞാൻ ഇരുന്നത്. என்ன சார் சாப்பிட்றீங்க? അതെ എനിക്കൊരു സ്ട്രോങ് ചായ വേണം. ഉണ്ണിക്കോ? ഇവിടെ റെസ്റ്റോറന്റിൽ ബിയർ സെർവ് ചെയ്യോ? இங்க சர்வ் பண்ண மாட்டோம், பார்ல தான் கிடைக்கும். വേണ്ട വേണ്ട, അങ്ങനെ കുടിച്ചിട്ട് സംസാരിക്കാനായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞേനെ. വേടയൊക്കെ കഴിഞ്ഞിട്ടാവാം. അതെ 2 ചായ, ഒന്ന് സ്ട്രോങ്, ഒന്ന് മീഡിയം. കുറച്ച് പച്ചവെള്ളം വേണം. ധൃതി വെക്കേണ്ട, സാവകാശം മതി. ஓகே சார். ഞാനീ പറയുന്നത് ചിലപ്പോൾ ഉണ്ണിക്ക് നിസ്സാരമായിട്ട് തോന്നും. അതുകൊണ്ടാണല്ലോ 10-30 കൊല്ലമായിട്ട് എന്നെ കുറിച്ചൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാഞ്ഞത്. ഏത് നേരത്തെ ഒരു ഫോൺ വിളി. ഞാനീ പറയുന്നതിലൊന്നും ഒരു വിലയില്ലേ? பெரிய சைக்கோ கிட்ட மாட்டிட்டு இருக்க மாதிரி இருக்காரு. 7 വർഷം നിനക്ക് വേണ്ടി ജയിലിൽ കിടന്നവനാ ഞാൻ. ஆனா செம்ம டென்ஷன் ஆயிடுவாங்க அது மாதிரிலாம் இருந்தா.
21-ാം വയസ്സിൽ ജുവനൈൽ ഹോമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഏറ്റുമാനൊരു വീടൊക്കെ വിറ്റ് അമ്മയും ചേച്ചിയും നാട് വിട്ടിരുന്നു നേര്യമംഗലത്തേക്ക്. ചേച്ചി അവിടെ കെട്ടിച്ചയച്ചിരിക്കുന്ന. കൊലപാതക എന്ന ലേബല് തലയിൽ എഴുതി ഒട്ടിച്ച പോലെ അവിടെ ആൾക്കാർ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. ആ അവസ്ഥയൊക്കെ ഉണ്ണിസാറിന് പറഞ്ഞാൽ മനസ്സിലാവോ? ടീ എപ്പടി കുടിக்கிறா? പിന്നെ ഒരൊറ്റ ഓട്ടോ ആയിരുന്നു ഭൂമിയുടെ അറ്റത്തേക്ക്, ആരും തിരിച്ചറിയാത്തടത്തേക്ക്. പേരും നാളൊക്കെ മാറ്റി പുതിയ ഒരാളായി. ശിവൻകുട്ടി അങ്ങനെ പിടിച്ചോലക്കാർക്ക് വിഷ്ണുവായി. എന്റെ ഭാര്യയുടെ മോളെടുത്ത് പോലും ഞാൻ വിഷ്ണുവാ. ദേ അത്രയുണ്ട് എന്റെ മോള്. കുറച്ച് വൈകിയാ കല്യാണം കഴിച്ച്. അവിടെ അടുത്തുനിന്ന് തന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ജീവിതമാണ് എല്ലാം കൂടെ ഇരട്ടിയായി ഒന്നിച്ച് അവരെനിക്ക് തിരിച്ചു തന്നത്. டிரான்சிஷன் போல போறாங்கன்னு நினைக்கிறேன். பூமிக்காவா? ஆமா. இதுனா தன்மாத்திரால வர அந்த ஃபேமிலி சாங்ல வர அந்த சாங் மாதிரி இருக்கு எனக்கு. இந்த வெள்ளி திங்கள்னு ஒரு பாட்டு இருக்குல்ல. திரும்ப இங்க வர்றதுக்கு என்ன ரீசனா இருக்கும்? இது கேட்கும்போது எனக்கு அந்த வைப் வருது. இது வெள்ளம் தானே. ஆனா நம்ம வெள்ளம் சொன்னா அவங்க தண்ணி நினைச்சுப்பாங்களே, அவங்களுக்கு என்னது வெள்ளமுக்கு தெரியலையே. பஞ்சசாரம்னா சக்கரை. இவரோட படத்துல இப்படி ஒரு சாங் இருக்கணும்னு சொல்லிட்டு ஒரு சொல்றாரு போலப்பா. ஒரு சென்டிமெண்ட், ஜாலியா, ஒரு பீஸ்ஃபுல், ஒரு ஹாப்பி ஃபேமிலி. பப்பி 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 நானி பட்டி சொல்றது. அதுவும் நடிச்சுக்கிட்டு இருக்கு ஸ்கிரீன்ல. வாய்ஸா அதே வயசு மாதிரி இருக்கு எனக்கு. இப்போ அவங்க ஃபேமிலி இருக்காங்களானே எனக்கு டவுட்டா இருக்கு. வெயிட் பண்ணி பார்ப்போம். ஏன்னா திரும்ப திரும்ப சொல்றாருல்ல எனக்கு ஒரு ഭാര്യയും പൊണ്ണും இருக்குன்னு. ഒന്ന് പിടിക്കടാ. കെട്ടൊക്കെ കഴിഞ്ഞെന്നോ തോന്നുന്നു. അതിനെന്താ സദ്യക്കുള്ള ഇല പോകുന്നേ ഉള്ളൂ. വിശക്കുന്നോ? പോടാ അവിടുന്ന്. അവന്റെ ഒരു തമാശ. തീറ്റയുടെ വിചാരേ ഉള്ളൂ. നേരം കാണാഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇത്തവണയും വരില്ല. വെളുപ്പിനെ ഇറങ്ങിയതാ മോളെ. കെട്ട് കഴിഞ്ഞില്ലയോ? വഴി മുഴുവൻ പോയി കിടക്കുക. ഏയ് എന്താ ചെയ്യേ, നീ പിന്നെ മെലിഞ്ഞല്ലോ. അത് ചേച്ചിക്ക് സ്നേഹം കൊണ്ട് തോന്നുന്നതാ. മീനാക്ഷി കുട്ടി, നീ എന്താ വലിയ ഗമയില് നിക്കുന്നേ? നിന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെ മൈൻഡ് ചെയ്യുന്നു? വാ മോളെ. പെങ്കൊച്ചവിടെ പുടവ് മാറ്റി കൊടുക്ക. അത് ശരി. മീനാക്ഷി ഇവിടെ നിന്നേ. അമ്മേ, ഏറ്റുമാനൂരിലെ നമ്മുടെ പഴയ ചില അയൽക്കാരൊക്കെ വന്നിട്ടുണ്ട്. ചെക്കന്റെ ബന്ധുക്കളായിട്ട്. ചിലരൊക്കെ അമ്മയെ തിരക്കി. അമ്മൂമ്മ ഇപ്പൊ വന്നേ ഉള്ളു മോളെ. ചെല്ലു മോളെ. പുതിയ എന്തി ചേട്ടന്റെ എന്താ
അവക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടായോ? വിഷ്ണു എവിടെ പോയി? കേറി കൊടുക്ക അമ്മേ. ചെറുക്കന്റെയും പെണ്ണിന്റെയും കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ. ആ അത് ശരിയാ. മോള് പോയി അച്ഛനെ ഇങ്ങനെ വിളിച്ചോണ്ട് ചെല്ലുമ്പോഴേ പോയി വിളിച്ചോണ്ടാ മോളെ. കാണാനൊക്കെ നല്ല സ്വയംഭനാ, പക്ഷെ 4 മാസം ലോഡും വലിച്ചോണ്ട് അറിയാൻ വിവരം. ടർബോ അല്ലേ? പൂക്കുറ്റി പോലെ വെക്കോളും. എന്താ കഴിക്കാറായ? ക്യൂട്ടായിരിക്കുന്നു കുട്ടി. പിന്നെ കല്യാണത്തിന് വരുന്ന എന്തിനാ? ഇതിന്റെ അടി നിന്റെ അപ്പൂപ്പൻ. தாத்தான் சொல்றேன். தெரிய வந்துருமோ சுத்தி இருக்கவங்களுக்கு? சிவன் குட்டினா കൈയിലിട്ട് കൊടു. ശരിയാ, ഞങ്ങൾ ഇച്ചിരി താമസിച്ചു പോയി. ஏன்னா அதை மறைச்சு வாழ்ந்துட்டு இருக்காருல்ல அவரு. പാടാ വിഷ്ണു മാമൻ കൊച്ചച്ഛന്റെ കൊടുക്കട്ടെ. അമ്മ ഇപ്പഴല്ലേ ഒരു നിമിഷം ഞാൻ ഓ, പിന്നെ ഇതൊന്നും ഇപ്പൊ ഫോട്ടോ എടുക്കണ്ട. കൊള്ളാം. കുഞ്ഞമ്മയുടെ അമ്മയാ. എല്ലാരും ഒന്ന് അടുത്ത് അച്ഛൻ്റെ അടുത്തോട്ട് വാ. എല്ലാരും അടുത്ത് അങ്ങോട്ട് ചിരിച്ചു നിന്നട്ടെ. റെഡി? താങ്ക് യു. വാമേ. നടക്ക്. ആ സമയം പോലെ രണ്ടുപേരും കൂടെ പൊരിച്ചോലക്ക് ഇറങ്ങണം കേട്ടോ. ഇപ്പോഴേ ക്ഷണിച്ചേക്കുവാ. ஐயோ யாரையும் வந்து மறைக்கிறாங்க. പോവാം, പോവാം. அம்பளியோட அம்மா நினைக்கிறேன். പതുക്കെ ஆ, പാടത്തെ ശാരദ ടീച്ചർ അല്ലേ? അതെ. ശിവൻകുട്ടിയുടെ എന്നെ മനസ്സിലായോ? ஐயோ இந்த இறந்தவங்களோட அம்மாவா? அம்பளி. കൊച്ചപ്പണി. போச்சு. ഇതാണോ നിങ്ങളുടെ മോൻ ശിവൻകുട്ടി? ராங் டைம். ജയിലിൽ നിന്നിറങ്ങിയിട്ട് കല്യാണം കഴിച്ച് ഭാര്യ മക്കളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു ഇവിടെ അല്ലേ? എന്തിനടാ ദ്രോഹി? നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സഹകരിക്കാം. എന്തിനടാ നീ എന്നെ കൊല്ലാൻ? இப்ப அவங்க ஃபேமிலிக்கு ப்ரூவ் பண்ணுமோ இவருக்கு? இவர் கொல்லதானே? போச்சு. എന്തിനാ നീ കേൾക്കുന്നത്? ആരാ ശിവൻകുട്ടി? എന്താ അമ്മ? ഞാൻ ഈ കേട്ടതൊക്കെ നേരാണോ? എന്താണെന്നും പറയാത്ത എന്റെ മോളെ. അമ്മായിക്ക് ഇച്ചിരി അസുഖമുള്ളതാ. ഇച്ചിരി വെള്ളം അമ്മായി. செய்யாத தப்புக்கு ஒரு தண்டனை அனுபவிச்சுட்டு மறுபடியும் நிம்மதியா இருக்குங்களா ஒரு ஆளை? அவர் திரும்ப எல்லாம் ஞாபகம் வந்துருச்சு போல. அவருக்கு எல்லாத்தையும் மறந்து நல்லா வாழ்ந்துட்டு இருக்காரு. ஐயோ ரொம்ப கஷ்டம். വേണ്ട, ഞങ്ങൾ എന്റെ വീട്ടിൽ കൊണ്ടാക്കിയേ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആര് പറയുന്നതാ ഞാൻ കേൾക്കേണ്ടത്? ശിവൻകുട്ടിയോ അതോ എന്നെ താലി കിട്ടിയ ആളോ? മോളെ നീ അവന് പറയാനുള്ളതൊന്ന് കേക്ക്. 5-6 കൊല്ലായില്ലേ ഞാനിവിടെ വന്നിട്ട്. എപ്പോഴെങ്കിലും എന്നോടൊന്ന് പറയായിരുന്നു. സ്വന്തം പേര് കൂടി മറച്ചു വെച്ചല്ലേ. ഏതായാലും നേരം വിളക്കട്ടെ. നീ ഇങ്ങോട്ട് ഇറങ്ങി വാ. അയ്യോ, ഇങ്ങനെ നല്ലോണം പനിക്കുന്നുണ്ടല്ലോ. തണുപ്പടിക്കാതെ അകത്ത് കണ്ടേ കിടത്ത്. വാ. വേണ്ട, ചാവട്ടെ. എന്തിനാ ഇങ്ങനത്തെ ഒരാളുടെ കൂടെ വളരുന്നത്? വാ.
ആ ഷർട്ടൊക്കെ ഒന്ന് മാറണ്ടേ ശിവ. அதான் அவங்க பேர் சொல்லி கூப்பிடுறாங்க சிவான். ഇപ്പോഴെങ്കിലും അമ്മയുടെ നാക്കിന്നുള്ള പേര് വന്നല്ലോ. ഇത്രയും കാലം നിങ്ങൾക്കൊക്കെ എങ്ങനെ അഭിനയിക്കാൻ കഴിഞ്ഞു? என்ன பண்றது, அதான் அவங்க மறக்கணும்னு நினைக்கிறாங்க. ആയതുകൊണ്ട് എന്നെ എങ്ങനെ കുരങ്ങ് കളിപ്പിച്ചു, എന്റെ വീട്ടുകാരെ നിങ്ങൾ കളിപ്പിച്ചു. മോളെ കല്യാണത്തിന് മുമ്പ് എല്ലാം പറയണമെന്ന് അവൻ പറഞ്ഞതാ. കുറെ ആലോചനകൾ ഇത് കാരണം മുടങ്ങിയത് കൊണ്ട് ഞാൻ ആ തൽക്കാലം ആരും അറിയണ്ടെന്ന് പറഞ്ഞത്. എനിക്കൊന്നും കേൾക്കണ്ട. ഇത്രയും നാളും കൂടെ കഴിഞ്ഞ് വേറെ ഒരു പെണ്ണായിരുന്നില്ലല്ലോ ഞാൻ. ഒരു കുഞ്ഞിന്റെ അമ്മയായില്ലേ? சொல்லலாம்ல இவர் ரீசன் இல்லைன்னு. அவங்க இப்ப கேட்குற மைண்ட் செட்ல இல்ல. அவங்க ஆக்சுவலி கொலை பண்ணதை விட அவங்கள ஏமாத்திட்டாங்க. ஏமாத்திட்டாங்க, உண்மையை சொல்லியிருக்கலாம் அப்படின்னு. മാറ, ഞാൻ കാലത്ത് പോവും. എനിക്ക് കാണണ്ട. സത്യമായിട്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ആരെയും ഞാൻ കൊന്നിട്ടില്ല. എല്ലാരും കൂടെ എന്നെ അങ്ങനെ ആക്കിയതാ. വക്കീലിനോടും പോലീസിനോടും കോടതിയോടും ഒക്കെ ഞാൻ സത്യം പറഞ്ഞതാ. ആരും കേട്ടില്ല. ലോകത്താരും ഞാൻ പറഞ്ഞ വിശ്വസിച്ചില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. സത്യമായിട്ടും നമ്മുടെ മോളാണ് സത്യം. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇത് ഞാൻ വിശ്വസിച്ചത് ആ സ്ത്രീ പറയുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഇനി എനിക്കൊന്നും കേൾക്കണ്ട. ഭാര്യയും കുഞ്ഞുമൊക്കെ ആയി പുതിയൊരാളായി ജീവിക്കാനുള്ള മോഹം കൊണ്ടാ സത്യമായിട്ടും. നിങ്ങൾ ഈ പറയുന്നതാണോ? ഇതിനു മുമ്പ് പറഞ്ഞതൊക്കെയാണോ? ഏതാ ഞാൻ വിശ്വസിക്കേണ്ടത്? എനിക്ക് നിങ്ങളെ അറിയില്ല. ശിവൻകുട്ടി എനിക്ക് എന്റെ മോൾക്കും അറിയില്ല. പോ എന്റെ മുമ്പിൽ നിന്ന്. என்னாச்சு இப்போ? ஐயோ, பயந்துருச்சு இந்த பொண்ணு. பயப்பட ஆரம்பிச்சிட்டாங்க இவரை பார்த்து. എന്താടാ എന്താ എന്തിനാ മോളെ കുഞ്ഞു കരയുന്നേ? എന്റെ മോളെ നീ ആ കഥ ഒന്ന് തുറന്നേ. ஒதுக்கி வச்சுட்டாங்க பாவங்க. அவங்க 2 பேருமே ஒதுக்கி வச்சுட்டாங்க. മോളെയും കൊണ്ട് അവള് പോയി. പല പ്രാവശ്യം അവളുടെ വീട്ടിൽ ചെന്ന് അച്ഛനെ അമ്മയും കണ്ട് പറഞ്ഞു നോക്കി. ആർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. കൊലപാതകിയുടെ കൂടെ കഴിയാനുള്ള ഭയമല്ല അവക്ക്. ഇത്രയും കാലം ഞാൻ എല്ലാം ഒളിപ്പിച്ചു വെച്ചില്ലേ. ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള തോന്നലായിരിക്കും എന്നെ കൊണ്ട് അത് പറയിപ്പിക്കാൻ. ശരിക്കും അവളുടെ മുന്നിലാണ് ഞാൻ തെറ്റുകാരന്. എൻ്റെ ഒക്കത്ത് നിന്ന് ഇറങ്ങാതെ നടന്നിരുന്ന മോക്ക് എന്നെ കാണുന്ന പോലും ഇപ്പൊ പേടിയ. അവളെ ഞാൻ കൊല്ലുവന്ന് ഇപ്പോഴാണ്ടോ ഞാൻ ശിക്ഷ അനുഭവിക്കുന്നു. എൻ്റെ മോളെ ഞാനൊന്ന് കണ്ടിട്ട് എത്ര ദിവസമായി. ഉണ്ണി എന്നെ ഒന്ന് സഹായിക്കണം. ഉണ്ണിക്ക് മാത്രമേ ഇനി അതിന് കഴിയൂ. ലോകത്താരോടും നീ പറയണ്ട, ഒരു കോടതിയിലും ആരോടും. എന്റെ ഭാര്യ പോലും ആ സത്യം അറിയണ്ട. എന്റെ മോള് മാത്രം ആ സത്യം അറിയണം. അവളുടെ അച്ഛൻ ആരെയും കൊന്നിട്ടില്ല. ആ തെറ്റ് നീ ഏറ്റെടുക്കണം. എന്റെ കുഞ്ഞിന്റെ അടുത്ത് മാത്രം. എന്ത് വർത്തമാനം നീ പറയുന്നേ? ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇത് இவர்தான் பொண்ணது உண்மையா? அப்படிதான் போல இருக்கு. ഉണ്ണി, നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല. ആരെയും ചതിക്കാനല്ല. വേണേ നിന്റെ കാലം ഞാൻ പിടിക്കാം. എന്റെ കുഞ്ഞിന് വേണ്ടി എന്ത് വേണേലും, നീ പറയുന്ന എന്ത് വേണേലും ഞാൻ ചെയ്യും. இவர் பண்ணிட்டு பழிய அவர் மேல போட்டாரு போல. പോലെ എനിക്കുണ്ട് ഭാര്യ മോളൊക്കെ. മര്യാദയ്ക്ക് വിള. നിന്റെ അഭ്യാസമൊന്നും വേണ്ട. അതേ കുറ്റം കൊണ്ട് ഇനി നീ എന്നെ ശിക്ഷിക്കരുത്. നീ വരണം. அதனால ஒரு கில்ட்டா ஃபேஸ் வச்சுக்கிட்டு அங்க அமைதியா இருந்தாரு சாப்பிடும்போது. உண்மையை சொல்றோம் சொல்லி. இதெல்லாம் ஓவர் தானே? പറഞ്ഞേ അവരവിടെ കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷെ എന്റെ വീട്ടിൽ അങ്ങനെ ആരുമില്ല കാത്തിരിക്കാൻ. നിനക്കറിയാമല്ലോ. എவ்வளவு അഴകാ சொன்னாரு. ഈ രാത്രി ലതയും മോളൊന്നും അറിയണ്ട. വെറുതെ അവരുടെ സമാധാനം കളയണ്ട. ഞാനും അതേ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നും തോറ്റു വന്നിട്ടുള്ള ഒരു ബുദ്ധൂസായ പഴയ ശിവൻകുട്ടി അല്ല. അതോർത്തോ. അപ്പൊ കാണാം. ஸ்க்ரீன்ல ட்ரான்சிஷன் போடுற மாதிரி இவளுக்கு ட்ரான்சிஷன் போட்டுக்கிறாரு. எப்பா இப்பதான் ஸ்டோரியே புரிய வருது. பாதி வரைக்கும் என்னன்னு கியூரியாசிட்டிலே வச்சுட்டாங்க. அவர் என்ன போயிட்டு கோர்ட்ல சொல்ல சொல்றாரு? அந்த வீட்டுல மட்டும் தானே சொல்ல சொல்றாரு. போய் சொல்லிட்டு வந்துடலாம்ல இவரு.
பாத்திரம் நாக்கு நட்டியே ஒரு திருஷ்யம்ல போலீஸ் கேரக்டர் வந்துரு அவரா அப்படியா? அந்த டிஏஜியோட ஃப்ரெண்டு அவர்ல நினைக்கிறேன். கீதாவோட ஃப்ரெண்டுப்பா. அப்படின்றியா? இல்ல அப்படிதான் இருக்காரு. மீசெல்லாம் இல்லாம இருக்கும், உங்களுக்கு தெரியல போல. ஒன் செகண்ட். வண்டி நிப்பாட்டு இந்த பக்கம் நிறுத்து. ஹலோ அலெக்ஸ், டிராஃபிக் செக்கிங் ப்ளீஸ் ஐ இங்க ஆக்சிடென்ட் எல்லாம் வண்டி ஓட்டும் போது மொபைல்ல பேசுறதுனால தான். அல்ல சார், சாரி. அது வந்து ஓ, சீட் பெல்ட்டும் போட மாட்டீங்களா? அல்ல சார், அர்ஜென்ட்டாக இருக்கா. முதல்ல ஃபைனை கட்டு. அவ்வளோ அர்ஜென்ட்னா வெளியில வந்து பேசு. வந்துட்டாங்க ഒരു മൊബൈൽ ഫോൺ ഒരു കാര്യം. അലക്സ്, ഞാൻ ഉച്ച മുതൽ ട്രൈ ചെയ്യാം. സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്നാ പിന്നെ അവനെ മീറ്റ് ചെയ്തോ? അവൻ ശിവൻകുട്ടിയാ. ഹൈ റേഞ്ചിലൊരു റിമോട്ട് ഏരിയയിൽ വേറെ ഐഡന്റിറ്റിയിലാണ് കഴിയുന്നത്. എന്തിനാ ഇപ്പൊ നിന്നെ തിരക്കി വന്നത്? ഈ അടുത്ത സമയത്താ അവന്റെ പാസ്റ്റ് ഹിസ്റ്ററിയൊക്കെ ഭാര്യയും മോളും അറിയുന്നത്. അവരുടെ അടുത്ത് അവൻ വിഷ്ണുവാ. അവർക്ക് പഴയ ശിവൻകുട്ടി അറിയില്ല. പിണങ്ങി അവളിപ്പോ കൊച്ചുമായിട്ട് അവളുടെ വീട്ടിലാ. അവൻ ആള് കൊള്ളാലോ. ഭാര്യയുടെയും മോളുടെ അടുക്കപ്പോ അവന് ഇന്നസെൻസ് പ്രൂവ് ചെയ്യണം. വാട്ട് ഡസ് യു മീൻ? ഞാൻ ചെന്ന് അവരുടെ അടുത്ത് കൺഫസ് ചെയ്യണമെന്ന്. എന്തിന്? നോ 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 നോ, ഇതിലെന്തോ ചതിയുണ്ട്. എന്റെ കാല് പിടിക്കുക, മോളുടെ അടുത്തെങ്കിലും പറഞ്ഞാൽ മതി. എടാ അതാ ഞാൻ പറയുന്നത്, ഇതിലെന്തോ കളിയുണ്ട്. ഉള്ളിലെന്തോ കരുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അവൻ അന്നേ വരേണ്ടതല്ലേ. ഇതിപ്പോ 10-23 വർഷം കഴിഞ്ഞു. ஹலோ, இங்க பார்க் பண்ண கூட உங்களுக்கு தெரியாதா? வண்டி எடுங்க. ശരി സാർ. അതെ, ഞാനിപ്പോ റോഡിലാ. വീട്ടിൽ ചെന്നിട്ട് ഫോൺ ചെയ്യാം. ഓക്കെ. As I went home on the old wood road with my basket and book. Again you are mistaking. With my basket and my lesson book. Mom and daddy. അയാള് വീട്ടിൽ പോയി മോളെ. എവിടെ? കക്ഷി പാസിൽ ചെയ്തോ? മൊബൈലിൽ കിട്ടുന്നേ ഇല്ലായിരുന്നല്ലോ. ഓഫീസിൽ നിന്ന് വർഗീസ് വിളിച്ചു. ആ, ഒന്നും പറയണ്ട. ഞാൻ അവനെയും കൊണ്ട് 1-2 കറങ്ങി. കുറച്ച് പൈസയുടെ ഏർപ്പാടിന്. ഫിനാൻഷ്യൽ ക്രൈസിസ്. ദുരഭിമാനിയാ. ചോദിക്കാനുള്ള മടി കൊണ്ടാ ഇവിടെ കിടന്നിങ്ങനെ വട്ടം കഴിഞ്ഞ്. ആരാ എന്താണെന്നൊന്നും അറിയാതെ വെറുതെ ആവശ്യമില്ലാത്തതിനൊന്നും കയറി ജാമ്യം നിന്നേക്കല്ലേ പറഞ്ഞേക്കെ. ഗുരുവായൂരപ്പ. ഡാഡി, ആ പാട്ടൊന്ന് പഠിപ്പിച്ചോ. എനിക്ക് അസംബ്ലി പാടാനാ. പിന്നെ ആവട്ടില്ല ചോ, ഡാഡിക്ക് നല്ല തലവേദന. ഞാൻ പാൻ പറ്റി തരാം. പ്ലീസ് ഡാഡി, മറ്റന്നാളെ പാടാനുള്ളതാ. എന്നാ പിന്നെ നാളെ ആവട്ടെ. പ്ലീസ് ഡാഡി, എന്റെ പൊന്നാര കൂടല്ലേ. എന്താ ഒരു സോപ്പിടല്? എന്നാടി അച്ഛനെ പുന്നാരിക്കുന്നേ? ഏതാണ്ട് വലിയ കോള. നീ ലച്ചുവിന് ഏതെങ്കിലും ഒരു പഴയ പാട്ട് പഠിപ്പിച്ചു കൊടുക്ക. ചെല്ലുമോളെ. അതിനവിടെ ഇംഗ്ലീഷ് പാട്ടല്ലേ പാടണ്ടേ? മലയാളോ തമിഴോ എന്തായാലും മതി. ആ, എന്നാ പിന്നെ ഹിന്ദി ആയിക്കോട്ടെ. സാരേ ജഹാ സേ അച്ഛ പാടുന്നില്ല. അയ്യോ, എന്താ മോളെ? ഒന്നല്ല, എനിക്കറിയാം. വെറുതെ പറയാ. എന്നോട് സ്നേഹമില്ല. ലച്ചോടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ നാളെ പഠിപ്പിക്കാന്ന്. പാടുന്നില്ല. ലച്ചു എവിടെ നിന്നേ? മാസ്റ്ററാ. இந்த லாஸ்ட்ல இருக்கிறது சிவன் கெட்டி, நடுவுல இருக்கிறது அந்த அம்பி. அம்பி. அதனாலதான் அவர் அந்த கிட்டார் எடுத்து வாசிச்சிட்டு இருந்தாரு. ഹലോ ലച്ചു, നീ ഇന്ന് സ്കൂളിൽ പോയില്ലേ? മാമൻ വന്നിരിക്കൂ. ലച്ചു നീ എവിടെയാ? ലച്ചു, ലച്ചു നീ എവിടെയാ? എന്താ? മാമന്റെ കൂടെ. തന്റെ മോള് നല്ല മിടിക്കുക. ഞാനൊരൊറ്റ പ്രാവശ്യം ചൊല്ലിക്കൊടുത്തപ്പോഴേക്കും അവളെ പാട്ട് കാണാപ്പാടമാക്കി. നീ എവിടെയാ? എന്റെ മോള്. താൻ പേടിക്കണ്ടടോ, എനിക്കുമില്ല ഒരു മോള്. മോളിവിടെ ഐസ്ക്രീം കഴിക്കുക. ആലോചിച്ചേ എനിക്കൊരു മറുപടി തരാറായോ? കേൾക്കുന്നില്ലേ? ശിവൻകുട്ടി, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. നീ എവിടെയാ? നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിന് അവിടെ എന്തിനാ വെറുതെ കിടന്ന് പിടയ്ക്കാതെടാ. എനിക്കറിയാം നിനക്ക് ഭാര്യയോടും മക്കളോടും എത്രമാത്രം സ്നേഹമുണ്ടെന്ന്. നിന്റെ 10 ഇരട്ടി സ്നേഹമാടാ എനിക്ക് എന്റെ മോളോടും ഭാര്യയോടും. നീ കാരണം എനിക്ക് എന്റെ കുടുംബം നഷ്ടപ്പെട്ടു. എന്നാ പിന്നെ നിനക്കും അത് വേണ്ട. ഹലോ ഹലോ, നമ്പർ എടുത്തേ. വെറുതെ ബൂത്ത് കണ്ടുപിടിക്കാനൊന്നും മെനക്കെടണ്ട. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചേ. ഒരു 2 ദിവസം എന്റെ വീട് വരെ വരുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഹലോ ഹലോ ഹലോ. പിന്നെ മോളെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് ലതയെ വിളിച്ച് ബഹളമൊന്നും വെക്കണ്ട. മോള് സ്കൂളിൽ കാണും. ഹലോ ശിവ. ഹലോ. ஒரே ஒரு ஃபேமிலி, ஒரே ஒரு ஆளு பிளாக்மெயில். ஆனா டீசெண்டா விரட்டுறாரு. ஓகே, தேங்க்யூ ஃபார் வாட்சிங் பார்ட் 2. நம்ம அடுத்த பாடல சந்திப்போம். பாய் பாய்.